കേന്ദ്ര സർക്കാരിന്റെ വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതിയിൽ എതിർപ്പുമായി ക്രൈസ്തവ സഭകൾ. ഭേദഗതി ആശങ്കാജനകമാണെന്നും പ്രധാനമന്ത്രിയുമായി സഭാ നേതൃത്വം ചർച്ച നടത്തുമെന്നും കത്തോലിക്ക സഭാ നേതൃത്വം പ്രതികരിച്ചു. അതേസമയം മതത്തിന്റെയും ജാതിയുടെയും പേരിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നെന്ന് ഓർത്തഡോക്സ് സഭ വിമർശിച്ചു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സമദൂരമെന്ന പൊതുനിലപാടാണ് കത്തോലിക്ക സഭയ്ക്ക്. വിശ്വാസികൾക്ക് മനസാക്ഷി വോട്ട് നൽകാമെന്ന് കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പും KCBC അധ്യക്ഷനുമായ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ. അതായത് നമ്മൾക്ക് സമദൂര സിദ്ധാന്തമാണ്. ഇപ്പോൾ UDF വേണ്ടി വോട്ട് ചെയ്യണമെന്നോ LDF വേണ്ടി വോട്ട് ചെയ്യണമെന്നോ BJPക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്നോ പരസ്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആളുകൾ പലതരത്തിലുള്ള ആളുകളാണ്, പല പാർട്ടിയിലും ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ വേദനിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കാൻ പാടില്ല. സഭകളുടെ ആവശ്യങ്ങളോട് അനുഭാവപൂർണമായ നടപടി സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വിദേശ സംഭാവന നിയന്ത്രണ ചട്ടഭേദഗതി ആശങ്കയുണ്ടാക്കുന്നെന്നും വിമർശനം. നിയമപരമായ കാര്യങ്ങളെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതല്ലായിരുന്നുവെങ്കിൽ ഇതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ലൈസൻസ് റദ്ദാക്കാനും ഒക്കെയുള്ള അധികാരം ഇപ്പോൾ തന്നെ ഗവൺമെന്റിനുണ്ട്. ഞങ്ങൾ ഉന്നയിച്ച ചില പ്രശ്നങ്ങളിൽ ഗവൺമെന്റ് നടപടികൾ എടുത്തിട്ടുണ്ട്. അത് കുറേയൊക്കെ നമുക്ക് നിയമനങ്ങളൊക്കെ കുറെ പാസ്സായി വരുന്നുണ്ട്. അതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നെന്ന വിമർശനമാണ് ഓർത്തഡോക്സ് സഭ ഉയർത്തുന്നത്. മതമല്ല മനുഷ്യന്റെ അടിസ്ഥാനമെന്ന സഭാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കന്മാരും മതത്തിന്റെ അടിസ്ഥാനത്തിൽ മതത്തിന്റെ മുദ്രകുത്തി ഓരോ സ്ഥാനാർത്ഥികളെയും അങ്ങനെ മറ്റുള്ളവരെയുമൊക്കെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ യേശു കാണിച്ച മാർഗത്തിന് ഘടക വിപരീതമാണ് എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. ക്രൈസ്തവ സഭയുടെ പിന്തുണ LDFനെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാനും പാലായിലെ LDF സ്ഥാനാർത്ഥിയുമായ ജോസ് കെ മാണി. ന്യൂനപക്ഷമായ ക്രൈസ്തവ സഭയെ ഏറ്റവും കൂടിയ കാര്യങ്ങൾ അവരുടെ ചെയ്തിരിക്കുന്നത് ഇടത് സർക്കാരാണ്. കാരണം JB കോശി കമ്മീഷൻ ഉൾപ്പെടെ പിൻഫാമിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി വന്നാണ് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെല്ലാം ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അവരെല്ലാം ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കും എന്നുള്ളത് തീർച്ചയാണ്. സഭയെ ചേർത്ത് പിടിച്ചാണ് ഇടതു സർക്കാർ മുന്നോട്ട് പോയതെന്നും ജോസ് കെ മാണി പറഞ്ഞു. ഇലക്ഷൻ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.